ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ആയിരിക്കുക. നമ്മുടെ ഉത്കണ്ഠകൾ, വ്യാകുലതകളെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. ശാന്തമായിട്ടിരിക്കുക. ദൈവവചനം വായിക്കുക, പ്രാർത്ഥിക്കുക. എപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഹൃദയത്തിൽ എപ്പോഴും കർത്താവിൻ്റെ നാമം ഉണ്ടായിരിക്കണം. എന്ത് ചെയ്യുമ്പോഴും എന്തു പറയുമ്പോഴും അവിടുത്തെ ഓർത്ത് മാത്രം ചെയ്യുക. നിരന്തരം കുമ്പസാരിക്കുക. വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നവർക്ക്, മുടങ്ങാതെ പറ്റുന്നവരൊക്കെ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുക. ഇതെല്ലാം വലിയ ഭാഗ്യമാണ് ദൈവം തന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഭാഗ്യത്തെ നമ്മളിപ്പോൾ തന്നെ ഏറ്റെടുത്ത് പ്രവർത്തിക്കുക. ഇതുപോലെയൊക്കെ ചെയ്യാൻ സാധിക്കാത്ത ഒരുപാട് ദൈവമക്കളുണ്ട്. അതൊരു വലിയ കുറവ് തന്നെയാണ്. ശരിക്കും നമ്മൾ ആ കുറവ് നമ്മളത് അനുഭവിച്ചെങ്കിലാണ് മനസ്സിലാവത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പല ദൈവമക്കൾക്കും അറിയത്തില്ല എങ്ങനെയാണ് പുറമേ നിൽക്കുന്ന വ്യാജ പ്രവാചകന്മാരെ തിരിച്ചറിയാനായിട്ട് സാധിക്കുക എന്നുള്ളത്. ഈശോ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ക്രിസ്തു വന്ന രീതിയിൽ ഞാനാണ് ക്രിസ്തു എന്ന് പറഞ്ഞിട്ട് പലരും വരാറുണ്ട്. അല്ല, ഇന്നും അങ്ങനെ തന്നെയാണ് അല്ല. ഒത്തിരി പ്രവാചകന്മാരുടെ കാലഘട്ടമാണിന്ന്. അപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് തിരിച്ചറിയാൻ പറ്റുന്ന ഒന്ന് വചനമാണ്. അപ്പം നമ്മൾ ബൈബിള് വായിക്കുമ്പോൾ നമ്മൾ ഓർക്കണേ, ബൈബിളിലുള്ള പല കാര്യങ്ങളും നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പം നമ്മൾ അതുകൊണ്ടാണ് ഈശോ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്, ഞാനാണ് ക്രിസ്തു എന്ന് പറഞ്ഞിട്ട് പലരും വരും. അപ്പോൾ ആ ക്രിസ്തുവിനെ തിരിച്ചറിയാനായിട്ടാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്, വിശുദ്ധ വേദപുസ്തകത്തിലില്ലാത്ത വചനം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ശപിക്കപ്പെട്ടവനാകുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഏത് പുരോഹിതനാണെങ്കിലും കന്യാസ്ത്രീ ആണെങ്കിലും, ഇപ്പോൾ സാധാരണക്കാരാണെങ്കിലും, ഇപ്പം ഞാൻ നിങ്ങളോട് സുവിശേഷം പറയുമ്പോഴാണെങ്കിലും, വചനം എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകത്തിലുള്ളതല്ല എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്കറിയാം. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ വാക്കുകൾ അതേന്നോ അല്ല എന്നോ ആയിരിക്കട്ടെ, മറ്റുള്ളവയെല്ലാം തന്നെ പിശാചിൽ നിന്ന് വരുന്നു എന്നാണ് കർത്താവ് പറയുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടത്, നമ്മൾ പറയുന്ന വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക. ഇനി കഴിഞ്ഞ ഇടയ്ക്ക് ഒരു വീഡിയോ കാണാനായിട്ട് ഇടയായി. ഹല്ലേലൂയ. ഒരു ചേച്ചിയുടെ സാക്ഷിയാണ് കേട്ടോ. ഒരുപാട് പേരത് കണ്ടിട്ടുണ്ടാവും. ഞാൻ പേരൊന്നും പറയില്ല, അവരെ വിമർശിക്കാൻ നമുക്ക് അധികാരമൊന്നുമില്ല. ഹല്ലേലൂയ. അപ്പോൾ പല ആളുകൾക്കും ഡൗട്ടാണ്. നമ്മൾ ഒത്തിരി സാക്ഷ്യങ്ങൾ കാണുന്നവരാണ്. അപ്പോൾ ഞാൻ പറയട്ടെ, ഈ സാക്ഷ്യം കാണുമ്പോഴും നിങ്ങൾ വചനവുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കണം. ഇത് വചനവുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്നുള്ളത് ശ്രദ്ധിച്ച് കേൾക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. കാരണം നമ്മളിത് കണ്ടങ്ങ് പോവുകയാണ്. കാരണം അനുഗ്രഹങ്ങൾ കിട്ടുന്ന കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കൊക്കെ പ്രത്യേക ഒരു സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ ഹെഡിങ് ഒക്കെ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് ഇന്ന അനുഗ്രഹങ്ങൾ കിട്ടും എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് പോവും. പക്ഷെ ഇത് സാക്ഷ്യം കേട്ടങ്ങ് പോവുകയാണ് ചെയ്യാറ്. പക്ഷെ ഇത് എവിടെ നിന്ന് വരുന്നുവെന്നോ ദൈവവചനം ഇതിനകത്തുള്ളതാണെന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ. അപ്പം അതുകൊണ്ട് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ പരിശോധിക്കുക. എന്നിട്ട് നമ്മളതിനെ സൂക്ഷ്മതയോട് തന്നെ കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, കഴിഞ്ഞിടയ്ക്കൊരു പ്രവാചകയായിട്ടുള്ളൊരു ചേച്ചി പ്രവചിക്കുന്ന, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ചേച്ചി, അവരുടെ ഒരു അനുഭവങ്ങൾ, യേശുക്രിസ്തുവിൻ്റെ അനുഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഹെഡിങ് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവും. ചേച്ചി പറഞ്ഞ ഒരു കാര്യം എന്നെ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആക്കി. ആ കാര്യം ഇതാണ്. അവർ പറയുന്നു, അവർ താലി ഉപയോഗിക്കാറില്ലായിരുന്നു. അപ്പോൾ ആ താലി അവർ ഉപയോഗിക്കാത്ത പക്ഷം ഒരു ദിവസം അവരുടെ ഒരു അച്ഛൻ സംസാരിക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് ഈശോ വഴിയായിട്ട് സംസാരിക്കുകയുണ്ടായി, താലി ഇടാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ച് ശാസിക്കുക എന്തോ ചെയ്തു. പിന്നീട് അവർക്ക് താലി ഇടാത്തത് കൊണ്ട് പൈശാചിക പീഡയുണ്ടായി. അപ്പോൾ ഇതൊരു ഹെഡിങ് ആണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വന്ന സമയത്ത് ഞാൻ അതിൻ്റെ താഴെയുള്ള കമൻറ്റ് ബോക്സുകൾ നോക്കി. പല ആളുകൾക്കും ഡൗട്ടാണ് സത്യത്തിൽ ഇത് സത്യമാണോ ഇല്ലയോ എന്നുള്ളത്. നമുക്ക് സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, നമ്മൾ തിരുവചനം എടുത്ത് നോക്കുമ്പോൾ അതിലെവിടെയെങ്കിലും ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ താലി ഉപയോഗിക്കാത്തത് കൊണ്ട് പൈശാചിക പീഡ ഉണ്ടാകുമെന്ന് കർത്താവ് എവിടെയും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല.
അപ്പം നമ്മളത് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മൾ കാണണം. ചിലരുടെ അനുഭവങ്ങളാണ്, ഒരുപക്ഷെ അവർക്കത് തോന്നലായിട്ട് മാറിയേക്കാം. അപ്പോൾ അവരത് ചിന്തിക്കുന്ന രീതിയുടെ ഒരു ഇതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് കേൾക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടി കേൾക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് കൺഫ്യൂസ്ഡ് വേണ്ട. നമുക്ക് വചനം കർത്താവ് തന്നിരിക്കുന്നത്. ഈശോ പണ്ട് ആകാശം മാറിയാലും ഭൂമി മാറിയാലും എൻ്റെ വചനത്തിൽ നിന്നൊരു വള്ളിയോ പുള്ളിയോ മാറില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് ഞാൻ താരതമ്യം ചെയ്ത് നോക്കണം. ഇവരിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം തന്നെ ശ്രദ്ധിച്ചത് എന്നെയായിരുന്നു. കാരണം എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ താലിയിടാത്ത അല്ലെങ്കിൽ എന്നും ഉപയോഗിക്കാത്ത ഒരാളാണ്, നിരന്തരം ഉപയോഗിക്കാറില്ല. അതിന് കാരണമുണ്ട് കേട്ടോ. താലി ഇടാത്തതെന്ന് വെച്ചാൽ പുറത്ത് പോകുമ്പോൾ മാത്രം ഞാൻ ഉപയോഗിക്കാറുള്ളൂ. ഞാൻ അല്ലാത്ത സമയങ്ങളൊന്നും ആഭരണങ്ങളൊന്നും ഉപയോഗിക്കാത്തൊരു ആളാണ്. പൊതുവേ അങ്ങനെ തന്നെ യേശുവിലേക്ക് വന്നതിന് പിന്നെ അങ്ങനെ യാതൊന്നിനോട് താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. ആഭരണങ്ങളോട് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ കൂട്ടി വെക്കുന്ന സ്വഭാവം എനിക്കില്ല. അപ്പം ഈ താലി എന്ന് പറയുന്നത് ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രം ഉപയോഗിക്കാറുള്ളൂ. മിക്കപ്പോഴും ഞാൻ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ കൂടെ അങ്ങനെ ഇട്ടുകൊണ്ട് നടക്കാറൊന്നും ഇല്ല. ഇനി പറയുകയാണെങ്കിൽ താലി എന്ന് പറയുന്നത് നമുക്കറിയാം, അതിൻ്റെ ഒരു മഹത്വമുണ്ട്. നമുക്ക് ദൈവം നമുക്ക് തന്നിരിക്കുന്നതാണ്. അപ്പോൾ അത് എല്ലാ മതത്തിലും അങ്ങനെ തന്നെയാണ്, ദൈവം നമുക്ക് തന്നിരിക്കുന്നതാണ്, ഒരു മഹത്വമുണ്ട്. പക്ഷേ ഇത് ഇല്ലാത്ത ദൈവമക്കളും ഉണ്ട്. അപ്പോൾ ഇതില്ലാത്തത് കൊണ്ട് നമുക്ക് പൈശാചിക പീഡ ഉണ്ടാകുമെന്ന് പറയുന്നതിനോട് ഒരു യോജിപ്പ് എനിക്കില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിടാത്ത ഒരു ആളാണ് ഞാൻ, അങ്ങനെ ഉപയോഗിക്കില്ല. അപ്പോൾ എനിക്കതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടും തോന്നി. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ ഇതെന്താണ് ഇങ്ങനെ. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ എൻ്റെയൊക്കെ ലൈഫിൽ ഒരുപാട് സഹനം വരുന്നുണ്ടോ, അതൊക്കെ പൈശാചിക പീഡയാണോ എന്ന് വരെ ഞാനൊരു നിമിഷം ചിന്തിച്ചു പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു ബ്രദറിനോട് ഇത് ചോദിക്കുകയുണ്ടായി. അങ്ങനെ ഈ ബ്രദർ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, വചനത്തിൽ എന്താണോ രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് നമ്മൾ കേൾക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് വ്യാജ പ്രവാചകന്മാരും ഈ ലോകത്തുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വചനവുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറയുകയുണ്ട്. അപ്പോഴാണ് എനിക്ക് ബോധം വീണത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മളെ കൺഫ്യൂസ്ഡ് ചെയ്യാനും നമ്മളെ ടെൻഷൻ അടുപ്പിക്കാനുമായിട്ട് ഇതുപോലുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ഒരു നിമിഷം കേൾക്കുക, ഇത് ദൈവത്തിൽ നിന്നാണോ അതോ പിശാചിൽ നിന്നാണോ വരുന്നത് എന്നുള്ളത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ടതും അറിയേണ്ടതും വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ ഉടനെ ഒരു സാക്ഷ്യം കേട്ടിട്ട് ആ സാക്ഷ്യം പോലും നമ്മൾ എന്ത് ചെയ്യുന്നു, അതേപോലെ നമ്മൾ അനുസരിക്കുന്നു. അപ്പോൾ അത് പിശാചിൽ നിന്നാണോ അതോ ദൈവത്തിൽ നിന്നാണോ നമ്മൾ നോക്കാറില്ല. ഇപ്പോൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന ലഭിക്കുമെന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അത് തന്നെ ചെയ്യുകയാണ്. നിങ്ങൾ ഓർക്കണം, നിങ്ങളൊരു കൃപയുള്ളൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൃപ നഷ്ടപ്പെടുവാനും അല്ലെങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനിരിക്കുന്ന അത്ഭുതങ്ങളെ തടസ്സപ്പെടുത്താനുമായിട്ടാവാം ഒരുപക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുക. നമ്മളതൊന്നും ആലോചിക്കാതെ ശരിയാണല്ലോ, അതായത് ദൈവവചനത്തോടനുബന്ധിച്ചുള്ള കാര്യങ്ങളായിരിക്കും നമ്മളോട് കൂടുതൽ സംസാരിച്ചിട്ടുണ്ടാവുക. ശരിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളത് ചെയ്യുകയും ചെയ്യും. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് മറ്റൊന്നായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതുപോലെ സോഷ്യൽ മീഡിയയിലുള്ള കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ വചനത്തോട് ബന്ധിച്ച് നിങ്ങൾ നോക്കണം. കർത്താവ് വിവാഹ ജീവിതത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, ഭാര്യഭർത്തൃ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈശോ തന്നെ പറയുന്നത് ദൈവം കൂട്ടി യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതെ ഇരിക്കട്ടെ. പിന്നെ മറ്റൊന്നും കൂടി കർത്താവ് പറയുന്നുണ്ട്. ശിഷ്യന്മാർ ഈ പറഞ്ഞതുപോലെ ഡൗട്ട് ചോദിക്കുന്നുണ്ട്, കല്യാണം കഴിക്കാതിരിക്കുന്നതല്ലേ നല്ലത്? കാരണം ഇന്നത്തെ കാലത്ത് ഡിവോഴ്സൊക്കെ ഒത്തിരി നടക്കുന്ന കാലഘട്ടം. അപ്പം പിന്നെ വിവാഹം കഴിക്കാതിരിക്കുന്നതല്ലേ നല്ലത്? നമ്മുടെ കന്യകാത്വവും അതുപോലെ തന്നെ വിശുദ്ധിയും കളയാതിരിക്കുന്നതല്ലേ നല്ലത്? എന്നാൽ കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, കൃപയില്ലാത്തവർ, മനസ്സിലായോ? കൃപയില്ലാത്തവർ പെട്ടെന്ന് തന്നെ വീണു പോകും. ഹല്ലേലൂയ. അപ്പം നമുക്ക് വേണ്ടത് കൃപ വേണം. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വചനവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ എല്ലാ കാര്യങ്ങളും ആത്മപരിശോധന ചെയ്ത ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ നിങ്ങൾ സ്വീകരിക്കുക. അല്ലാത്തതൊക്കെ പിശാചിൽ നിന്നാണ് വരുന്നത്. ഹല്ലേലൂയ. അപ്പം ഇതിനോട് യോജിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. കാരണം ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു സാക്ഷ്യം കേട്ടിട്ട് എനിക്കതുമായിട്ട് ബന്ധപ്പെടാനായിട്ട് സാധിച്ചില്ല. കാരണം ഒരുപക്ഷെ അവർക്കൊരു തോന്നലായിരിക്കാം കേട്ടോ. ഇനിയൊരു സഹനങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ അതൊരു പൈശാചിക പീഡയായിട്ട് അനുഭവപ്പെട്ടതാവാം. നമുക്ക് സഹനങ്ങളുണ്ടാവും. ഇപ്പം മാല ഇട്ടാലും മാല ഇട്ടില്ലെങ്കിലും അണിഞ്ഞൊരുങ്ങി നടന്നാലും അണിഞ്ഞൊരുങ്ങിയാലും നമുക്ക് സഹനങ്ങളുണ്ടാവും. പക്ഷെ അതെല്ലാം പൈശാചിക പീഡയാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ ദൈവത്തിൻ്റെ സഹനമാണെന്നും പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് വലിച്ചിഴച്ച് ആവശ്യമില്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കണേ. കാരണം ഇത് ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും.
അപ്പം നമ്മൾ സാക്ഷ്യം കേൾക്കണം, എല്ലാ സാക്ഷ്യങ്ങളും കേൾക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷെ അതിൽ ശരിയുണ്ട് തെറ്റുമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് വചനവുമായി ബന്ധപ്പെടുത്തി മാത്രം നിങ്ങൾ നോക്കണേ. കർത്താവ് എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ മനുഷ്യനെന്ത് പറയുന്നു എന്ന് നമുക്ക് കേൾക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, പ്രവാചകന്മാരെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക, നല്ലത് മാത്രം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക. ഒരു ചതിക്കുഴികളിൽ മലയിൽ പറയുന്ന വാക്കുകളും ചെന്ന് വീഴാതിരിക്കുക. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കട്ടെ.